സ്വർഗം തോറ്റുപോകുന്ന സൗന്ദര്യമായിരുന്നു ഈ മണ്ണിന്. കാറ്റിൽ അലിഞ്ഞ തേയിലഗന്ധവും പുഴയുടെ സംഗീതവും കേട്ട് ആ മനുഷ്യർ അവിടെ സമാധാനമായി ഉറങ്ങുകയായിരുന്നു. ആ നാടിന്റെ ഐശ്വര്യമായിരുന്നു പുഞ്ചിരിമട്ടവും ചൂരൽമലയും മുണ്ടക്കയും. 2024 ജൂലൈ 30. സമയം പുലർച്ചെ 2 മണി കഴിഞ്ഞിരിക്കുന്നു. ആകാശത്തിന്റെ വാതിൽ തുറന്നതുപോലെ പെയ്ത മഴയിൽ ഭൂമി വിറച്ചു. ആരും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ മലമുകളിൽ നിന്ന് ഒരു മരണദൂതനെ പോലെ ആ മണ്ണും വെള്ളവും കുതിച്ചെത്തി. മിനിറ്റുകൾക്കുള്ളിൽ എല്ലാം അവസാനിച്ചു. നൂറുകണക്കിന് സ്വപ്നങ്ങളും ആയുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടുകളും ഒരു നൊടിയിടയിൽ മണ്ണടിയുകയായിരുന്നു. നിലവിളിക്കാൻ പോലും സമയം നൽകാതെ ആ മണ്ണവരെ പുതപ്പിച്ചു. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചത് ഒരു ശ്മശാനത്തിലേക്കായിരുന്നു. പ്രിയപ്പെട്ടവർ എവിടെയെന്നറിയാതെ അലയുന്നവർ, ഒരു കൈപ്പത്തിക്കായോ കാലിനായോ മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് പിന്നാലെ ഓടുന്നവർ. ചൂരൽമലയിലെ പാലം തകർന്ന് മുണ്ടക്കൈ ഒറ്റപ്പെട്ടപ്പോൾ ആ പുഴയ്ക്ക് കുറുകെ കെട്ടിയ കയർ നമ്മുടെ അതിജീവനത്തിന്റെ അടയാളമായിരുന്നു. എന്നാൽ ആ ചാരത്തിൽ നിന്നും ചൂരൽമല ഉയർത്തെഴുന്നേറ്റു. ലോകം വയനാട്ടിലേക്ക് ഒഴുകിയെത്തി. രാഷ്ട്രീയത്തിന്റെ കൊടിനിറങ്ങൾ മാഞ്ഞുപോയി. മണ്ണ് കവർന്നവർക്ക് മനുഷ്യത്വം തണലൊരുക്കി. വീടുകൾ പണിതുയർത്താൻ കൈകോർത്ത പാർട്ടിക്കാർ അവിടെ പുതിയൊരു പാഠം പഠിപ്പിച്ചു. നീ തനിച്ചല്ല എന്ന വാഗ്ദാനം പുതിയ ചുമരുകളായി, മേൽക്കൂരകളായി ഉയർന്നു. പകരം സ്നേഹത്തിന്റെ ഒരേ ഒരു നിറം അവിടെ വിരിഞ്ഞു.